സുധീഷ് അപ്പൊ നമ്മള് മൂന്നാർ വന്നിട്ടല്ല കേട്ടോ. എല്ലാരും കാരണം എന്താ പറയാ, ഒരുപാട് ടൈം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മള് ഒരു മണിക്കൂറത്തെ സമയമാണ് ക്യൂര് നിന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക്. ഇവിടുത്തെ ഒരു ബസ് അതായത് ഫോറസ്റ്റുകാരുടെ ബസ്സിലാണ് ഓക്കെ ഗൈസ്. നമ്മളവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടാ. നല്ല എന്നാ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ബസ് പോകുമ്പോഴുള്ള വേറെ തന്നെ ഒരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ കണ്ട വലിയ വലിയ പാറകൾ, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. ട്രക്കിങ്ങിനും അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ബസ് മാത്രമേ വരുന്നുള്ളൂ. അവരെ ബസ് മാത്രമാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഫോറസ്റ്റിൻ്റെ ബസ് മാത്രമേ കടത്തിയുള്ളൂ കേട്ടോ. പിന്നെ അവരോട് പാസ്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വണ്ടി പ്രൈവറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അറിയില്ല. ഉണ്ട് നല്ല കാഴ്ചകളുണ്ട് കാണാൻ ഇങ്ങോട്ടൊക്കെ. നമ്മൾ സ്ഥലമെത്തി കേട്ടോ. ഉണ്ട് അവിടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. അതായത് അങ്ങനെ ഇങ്ങോട്ടേക്ക് അവരെ ബസ്സിൽ കൊണ്ടുവരും, അങ്ങോട്ട് അവരെ ബസ്സിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. ഇതിനാണ് ഒരാൾക്ക് 200 രൂപ. അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 150 രൂപ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 150 രൂപ. ഒരു വരയാട് കണ്ട ഇത് വാങ്ങിയ വരയാടിനൊക്കെയാണ്. ഒരാൾ ഭയങ്കര നല്ല തീറ്റയാന്ന് തന്നെ. 2 പേരുണ്ട് കേട്ടോ. ഇത് ഒരുപാട് നടക്കാനുണ്ട് മുകളിലോട്ടേക്ക്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മുകളിലോട്ടേക്ക്. ഇഷ്ടംപോലെ വരയാടുണ്ട് കേട്ടോ ഇവിടെ. മെയിനായിട്ട് വരയാടിനെ മാത്രം എന്താ പറയുക സംരക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഇരവികുളം. ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കിയാൽ കണ്ടോ, നല്ല 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 എന്താ പറയുക ചെറിയ ചെറിയ മലകൾ, അതുപോലെ തന്നെ തേയിലത്തോട്ടം, ഫുള്ളും പച്ചപ്പാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ തന്നെ വന്ന് കാണണം ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ. വേറെ തന്നെ ഒരു ഫീലാണ് ഗൈസ്. വാവ്, നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. നമ്മൾ 2 വരയാടിനെ കണ്ടിട്ട് ചെറിയ കുട്ടികൾ കേട്ടോ. ഇത് ചെറിയ കുട്ടികൾ എന്ത് രസമുണ്ട് കാണാൻ. ചെറിയ ഉറവ കേട്ടോ ഇത്. ഇവിടുന്ന് വെള്ളം കുടിക്കുന്നവർക്ക് കുടിക്കാൻ ശുദ്ധമായ വെള്ളമാണ്. വമ്പിച്ച തണുപ്പാട്ടാ. ഐസും കട്ട പോലെ ഉണ്ട് വെള്ളം. ഒരു വരയാട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കും. ഒരിക്കലും പൂക്കുന്ന സാധനം നീലക്കുറിഞ്ഞി കേട്ടാ. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി. പൂത്ത് കാണാൻ 12 വർഷത്തിലൊരിക്കൽ. ഇത് പൂത്ത് കഴിഞ്ഞു കേട്ടോ. ഇതിന് മുന്നേ നന്നായിട്ട്. നമ്മൾ ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടല്ലേ വരയാടിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നമ്മുടെ കണ്ട അടുത്ത് കൂടെ ഒരു വരയാട് വന്നുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പിലല്ല കേട്ടോ. നീലക്കുറിഞ്ഞി എല്ലാം കാണണ്ട നമ്മൾ. പക്ഷെ നടക്കാനുണ്ട് അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട്. അതേ ഉള്ളൂ കുറച്ച് കഷ്ടപ്പാട്. കുറഞ്ഞില്ല അങ്ങനെ കാഴ്ച. നമ്മളെ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. അതൊക്കെ നല്ല മലകളാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, എക്കോ പോയിന്റ്, കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. അപ്പം ഇവിടത്തേക്ക് വരുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ സ്ഥലങ്ങളും ഇതൊക്കെ കണ്ട് വരുമ്പോഴേക്കും കുറച്ച് നടക്കാനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് നടക്കാനുണ്ട്.
ഗൈസ് സ്ഥലം അടിപൊളിയാണ്. ഇവിടെ മെയിനായിട്ട് നമ്മളെ വരയാടിനെ മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രകൃതിയായിട്ടുള്ള ആ ഒരു ഭംഗിയും ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മുടെ രാമക്കൽമേട്ടിലെത്തി കേട്ടാ. രാമക്കൽമേട്ടിൽ ജീപ്പിലെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു അനുഭവമാണ് ഗൈസ്. നമ്മളിവർ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. അയ്യോ ഞാൻ ഊരി പോയി. അങ്ങനെ ഞങ്ങളൊരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് യാത്ര ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ നെയിം ശരിക്കും അറിയില്ല. രാമക്കൽമേട് എന്നാണ് പറയുന്നത്, പക്ഷേ എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഗുഹയിൽ കൂടെ നമുക്ക് കയറി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോ, നമ്മളില്ലേ കൂടെ. സാറ് കയറിക്കോ, അപ്പുറത്തോട്ട് അങ്ങോട്ട് കയറിക്കോ. വെട്ടമുണ്ട് ചരിഞ്ഞോ 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 അരുൺ ചരിഞ്ഞോ. ബാഗ് പൊക്കി പിടിക്കില്ല പോവില്ല. അയ്യോ അടച്ചോനെ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതില് കിടന്നും പോണാ. അതില് കിടന്നു പോണ്ടല്ലേ. ഇതിലൂടെ തിരിച്ചു പോവാൻ പറ്റോടി? അങ്ങോട്ടേക്ക് പോയാ ഇല്ലപ്പ അതാ നോക്കി കുഞ്ഞു പാകലും. അങ്ങനെ ഗൈസ് നമ്മൾ രാമക്കൽമേടിൻ്റെ ഏറ്റവും ടോപ്പിലല്ലട്ടെ. പൊളിസ്ഥലം നല്ല വൈബാട്ടോ. ഇവിടുന്ന് കാറ്റാടി യന്ത്രം. അങ്ങനെ അധികം പോയി നിക്കണ്ടട്ടാ. ഇതാണ് നമ്മളെ കണ്ട സ്ഥലം. അങ്ങോട്ടേ അധികം നിക്കണ്ടട്ടാ. അത് നോക്കണ നിന്നേക്കുന്ന പാറേന്റെ മുകളില്. ഈശ്വര അങ്ങ അവിടെ നോക്ക്, അത് വേറെ
അവിടെ കുറെ പേരുണ്ട് എന്ന് പറഞ്ഞു. അതാ റോഡ്. പൊളി സ്ഥലല്ലേ. ഹലോ തരുന്നോതാ ഇത് മുണ്ടാണ്ട് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നു. ഞാനെടുത്ത് ഹലോ 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 കണ്ട് പൊടി പോല നല്ല അങ്ങനെ ഗൈസ് നമ്മള് ഇവിടെ എത്തിയിട്ട പെരിയാറിന്റെ അടുത്ത് എത്തി. ഏതായാലും സ്ഥലം അല്ല എന്തോ ഉണ്ടേനു. ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ട അടിപൊളി സ്ഥലം കേട്ടാ. പൊളി സ്ഥലം എന്ന് വെച്ചാൽ പൊളി സ്ഥലം ഒന്നും പറയാനില്ല ഗൈസ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ നടക്കുമ്പോഴാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് പെരിയാർ. അയ്യോ ഡാം. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്ക. ഓരോ തിരുത്തൊക്കെ ഉണ്ടല്ലേ. ബോട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരാനു. അല്ല, ഇത് പെരിയാർ ഡാം. ഡാം എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് ഗൈസ് കാൽവാരി മൗണ്ട്. കാൽവാരി മൗണ്ട് അടിപൊളി വ്യൂ പോയിൻ്റാണ്. പെരിയാറൊക്കെ ഉള്ളൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇതൊക്കെ വന്ന് കണ്ടാൽ ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. പെരിയാർ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്താ പെരിയാർ ഡാമൊക്കെ അല്ലേ അതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടാ. ഇത് നല്ല വ്യൂ പോയിന്റ്. അങ്ങനെ കാണുന്നുണ്ടോ? കണ്ടോ പെരിയാർ? ഇതിലൂടെയൊക്കെ കാണുന്നുണ്ട് പെരിയാർ. ഇങ്ങനെ നീണ്ട നിവർന്ന് ഇങ്ങനെ നിൽക്കുക പെരിയാർ. അങ്ങോട്ടൊക്കെ ഓരോ ഐലൻഡ് പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടാ. അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. വേറെ തന്നെ ഒരു എന്താ പറയുക, അനുഭൂതിയുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയാം. ഓക്കെ, കൽവാരി മൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ എന്ന് വെച്ചാൽ നമ്മളിവിടെ വീട് പോലെ ഉണ്ട്. എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. ഓർക്കന്മാര് ഒക്കെ വന്നിട്ടാണ് നല്ല കാറ്റുള്ള പ്രദേശത്ത് എന്ത് വെക്കോ. സന്തോഷമായിക്കോട്ടെ. അങ്ങനെ ഗൈസ് കൽവാരി മൗണ്ടിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടാ. സംഭവം വെച്ചാൽ മടുത്ത് നടന്ന് അയ്യോ വീണ് ഒരു മലയിലേക്ക് പോകുന്ന കേട്ടാ. ആ മലയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നത്. തിരിച്ച് ഇനി നടന്നു കഴിഞ്ഞാൽ എന്താവുന്ന അറിയില്ല. അതേപോലത്തെ കയറ്റം. എൻ്റെ മുകളിൽ വേറെ പൊളിയാണ് കേട്ടോ. പൊളി സ്ഥലം. താഴെ പെരിയാറാണ്. നേരത്തെ കാണിച്ചെന്നല്ലേ. ഓക്കെ, മടുത്തു. മുകളിൽ പോയിട്ട് അടുത്ത കാഴ്ചകൾ കാണാം ഗൈസ്. ഓക്കെ ബൈ. മടുത്തിരിക്കുന്നു നമ്മള്. ഗൈസ് അതിൻ്റെ ടോപ്പിലെത്തിട്ടോ. ഏറ്റവും ടോപ്പിൽ വൈബ്. ഓടി സ്ഥലം.
ഇഷ്ടായി പോയിട്ടെ. ഗൈസ് നമ്മള് കൽവാരി മൗണ്ട് ഏറ്റവും ടോപ്പില്, അതായത് 2-3 മല കടന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള മലയിൽ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ആന കാട്ടി അങ്ങനെയൊക്കെ പക്ഷെ വൈബാട്ടാ. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബില്ല. നല്ല കാറ്റും നല്ല തണുപ്പുള്ള കാറ്റും അതേപോലെ തന്നെ എന്താ താഴെയുള്ള പ്രദേശങ്ങളുണ്ട് ഫുള്ള് ഇവിടുന്ന് കാണാം. പൊടി അതിനെങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ ഗൈസ്, ഇതിനെ സൂപ്പറാണ് പറയാനൊന്നും കേൾക്കൂല കേട്ടോ. നല്ല കാറ്റാ. അയ്യോ സൂപ്പർ. ഗൈസ് നമ്മള് കൽവാരി മൗണ്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നടക്കാനുണ്ട് 2-3 മല കഴിഞ്ഞാൽ അടിപൊളി സ്ഥലത്തും അവിടെയാണ് എൻ്റെ ഇഷ്ടം പോലെ നടക്കാനുണ്ട് ഗൈസ്. ആ മലയിലെത്തണം നമുക്ക്. അടുത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സിമ്പിളാണ്, പക്ഷേ അങ്ങനെ കാണാത്തവരൊക്കെ വന്നിട്ട് മെയിനായിട്ട് ടൂർ വെക്കുന്നവരൊക്കെ ഇടുക്കിയിൽ ടൂർ വെക്കണം കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. മൂന്നാർ അത്രയില്ല, ഇടുക്കിയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. കമ്പന്തേനി, രാമക്കൽമേട്, അതുപോലെ തന്നെ കാൽവാരി മൗണ്ട്, അങ്ങനെ പെരിയാറ്, ഇടുക്കി ഡാം, പെരിയാറ് നദി. ഇത് ഭംഗിയാണ്. ഇതൊരു വേറൊരു സ്റ്റൈലാണ്. നമ്മളെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാ. എല്ലാവരും പോയി. നമ്മളെ ലാസ്റ്റ് ആന ഇറങ്ങുന്ന പ്രദേശമായതുകൊണ്ട് അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല കാറ്റുമുണ്ട്, തണുപ്പ് കാറ്റടിക്കുന്നത്. ചുമയൊക്കെ പിടിച്ചു. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കാണലൊന്നുമില്ല, ഇനി ബസ് കയറി നേരെ നാട്ടിലേക്ക് പോവാം. ഓക്കെ ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ സൂര്യാസ്തമയം കൂടെ കണ്ടിട്ട. സൂര്യാസ്തമയും മഞ്ഞും കോടാമഞ്ഞും പിന്നെ നമ്മുടെ നടത്തും അടിപൊളി നല്ല കാറ്റും. സൂപ്പർ സ്ഥലം. അടുത്തു ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ. സൺസെറ്റ് സൂപ്പറായിന്. സൺസെറ്റ്